ഒരു സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പാടില്ല. എന്താ സന്തോഷം? കൂടെ തോന്നുന്നു ഞാൻ തന്നെ എടുത്തു കൊടുക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ് ഒറ്റപ്പാലത്തേക്ക്. അപ്പോൾ ശരത്തേട്ടൻ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി റെഡി ആവണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ശരത്തേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ടൻ അന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തെങ്കിലും സർപ്രൈസ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അപ്പം നമ്മളൊരു സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ പറയും. ഇപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസമായി കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട, അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വ്ളോഗാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൊട്ടിച്ചേ അച്ചു കണ്ടോ, കാറൊക്കെ തുറന്നു കൊടുക്ക. ലോക്കറ്റ് ശരത്തേട്ട് പട്ടാമ്പിന്ന് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാല്ലേ അച്ചു? അമ്മയ്ക്ക് കളിപ്പിക്കാൻ എനി കുട്ടീനെ നമുക്ക് ഇനി വേഗം എനിക്ക് റെഡി ആവണം. എന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് ഇറങ്ങണം. ശരത്തേടെ പപ്സ്. അപ്പൊ ഇപ്പൊ കഴിക്കാൻ നമുക്ക് അച്ചുണ്ടാക്കിയ പപ്സ്. അച്ചുണ്ടാക്കിയതല്ല, നമ്മള് വാങ്ങിച്ചാണ്. ശരത്തേട്ടന് ജ്യൂസ്. അതെ, ശരത്തേട്ടന് ഇന്ന് എന്താ ക്രിക്കറ്റ് ജയിച്ചില്ല, തോറ്റു. അതെ, പക്ഷെ എന്തൊന്നും കിട്ടിയില്ലല്ലോ. ബെസ്റ്റ് എന്താ സന്തോഷം ശരത്തേട്ടന്. ഇവിടുന്ന് വരികയല്ലേ, അതിൻ്റെതായ സന്തോഷം. അപ്പൊ നമ്മള് പോവാണ്. സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പോരുമ്പോ ഇത്രയും 2 ബാഗ് ക്രിക്കറ്റിന്റെ ഐറ്റംസ് ആണ്. ചക്ക, ചിക്ക എല്ലാം. എന്റെ ആകെ ഒരു പെട്ടിയുള്ളൂ, ബാക്കിയൊക്കെ അതും ക്രിക്കറ്റിന്റെ കണ്ടോ. അതൊക്കെ ലഗേജുകൾ. അപ്പൊ നമ്മൾ ഇറങ്ങാനുള്ള ടൈമായി. അതാ നമ്മൾ ഫൈനലി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ യാത്രകൾ, നീണ്ടൊരു യാത്ര. അപ്പം അങ്ങനെ ഇനി കുറച്ച് ലാഗാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് ശരത്തേട്ടന് പറയാനുള്ളത്? വ്ളോഗ് എടുക്കാതെ എടുക്കുമ്പോ എന്തോ പോലെ ശരത്തേട്ടൻ്റെ ഒപ്പം എനിക്ക് ആദ്യം കൂടെ ഇരിക്കാൻ തോന്നുന്നു. അതെ, ഭയങ്കര ബ്ലോക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 2 വീക്സ്? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. ഞാനും അടിച്ചു പൊളിച്ചു, ശരത്തേട്ടനും അടിച്ചു പൊളിച്ചു. അതെ. അപ്പൊ ഇനി 2 മണിക്കൂർ ഒരു യാത്ര. അത് കഴിഞ്ഞ് നമുക്ക് വേഗം വീട്ടിലെത്താം. ചിക്കൻ കറി, മീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് കാത്തിരിക്കും. ഫൈനലി ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. അപ്പൊ ശരത്തേന് എന്തോ 2-3 സാധനങ്ങൾ വാങ്ങാണ്ട്. എന്താ വാങ്ങിക്കാനുള്ളത്? ഞാൻ പോന്നപ്പോ കൂടിയൊക്കെ നിർത്തിയെന്നാ തോന്നുന്നു. അപ്പൊ 2-3 സാധനം വാങ്ങിട്ട് വരാം. ഇത് വാങ്ങാനാണ് കഷ്ടപ്പെട്ട് വന്നത്. ഇതിവിടെ കിട്ടുള്ളൂ. വെറൈറ്റി ആക്കി, സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആക്കി. അപ്പുറത്ത് നമുക്ക് ജെല്ല് വേണം, ബക്കമാണ്. 140. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഒരു മഴയും കൊണ്ട് അല്ലേ 220 ബോഡി വാഷ് പോയതാണ്. 900 സംതിങ് ആയി. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് വാങ്ങും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് ഓടി. മഴ കൊണ്ട് ഓടി ഞങ്ങൾ. നമ്മൾ
വീട്ടിലെത്തി അങ്ങനെ നല്ല മഴയുണ്ട് ഗൈസ്. നമ്മൾ ഫൈനലി ഇതാ വൈശാഖിനെ നമ്മള് കണ്ടുമുട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു 2 ആഴ്ച? അതിമനോഹരായിട്ട് രണ്ടാഴ്ചയും പോയിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഒരു സർപ്രൈസ് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാവോന്ന് അറിയില്ല. വൈശുവാണ് ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞിട്ടുള്ളത്. എവിടെ വെച്ചത്? അതെ, ഇന്ന് സൺഡേ ആണ്, കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ ഞാൻ എവിടുന്നൊക്കെ കുറെ പീസുകൾ സംഘടിപ്പിച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു കടയില്ല. എവിടുന്നത് കിട്ടിയത്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഗിഫ്റ്റ് കുറേ ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ബർത്ത്ഡേക്ക് എനിക്ക് ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വൈഷു ആ ബോക്സ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതെന്തായി നമുക്കത് കണ്ടാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ എന്റെ കഴിവിന്റെ പരമാവധി അത് ആ ബോക്സ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇനി പറയണം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വൈശുത ഉള്ളി അരിയാണ്. ഇവിടെ ഇന്ന് സ്പെഷ്യൽ എന്താണ്? ചിക്കൻ കറി, നെയ്ച്ചോർ. എന്തെങ്കിലും നിന്റെ സ്പെഷ്യൽ ഉണ്ടോ? ഇല്ല, ഞാൻ എത്തിയില്ലല്ലോ. അതെ, വൈശുപ്പ് എത്തിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ബാക്കി കാണാം. വൈശാഖിന്റെ സ്പെഷ്യൽ സാലഡ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് വൈശു നമ്മൾ നെക്സ്റ്റ് പ്ലാൻ? സർപ്രൈസ് കൊടുക്കണം. നമ്മൾ എന്ത് ഏറ്റെടുത്താലും അലമ്പാവാറാണ് പതിവ്. എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. ഈ കുട്ടീന്റെ ബെഡിന്റെ അടിയിലാണ്, അലമാരൻ്റെ ഉള്ളിൽ. അപ്പൊ വൈശു ഒരു പ്ലാന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവുന്ന നമുക്ക് എന്തായാലും കണ്ടാക്കാം. എന്നിട്ട് ശരത്തായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അതെൻ്റെ എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ഒന്ന് വിളിക്ക്. ശരത്തായിട്ട് അത് സീരിയസ് ആയി ആരോടാ തുള്ളുന്നത്? അപ്പൊ വൈശു എങ്ങനെയുണ്ട്? പിന്നെ സുഖല്ലേ? നല്ല സുഖായിരുന്നു അല്ലേ ശരത്തേട്ടൻ? അപ്പൊ ഇന്നെന്താ വണ്ടൂരിക്ക് വരാഞ്ഞത്? ഇന്ന് ക്ഷീണായതുകൊണ്ട് വരാഞ്ഞ്? വൈൻ്റെ വീഡിയോ എടുക്കാനാണ്. ഇതാ ശരത്തേട്ട് എത്തിയിട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. കാരണം എനിക്കിത് തരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊരു സർപ്രൈസ്. എന്താണ് നല്ല ലുക്കാണ്. എനിക്ക് അന്ന് തരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അല്ല, ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കൊറേ ദിവസമായി, പക്ഷെ എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. എന്താണ് ഗസ് ചെയ്യണം? ബൊമ്മയോ അല്ലേ? അതെ, ശരത്തിന് വിചാരിക്കാത്ത സമയത്ത് നമ്മൾ സർപ്രൈസ് കൊടുക്കണം. ഇത് വിചാരിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ കുറച്ച് ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ഷൂസേ? ഓക്കെ, അതുകൊണ്ട് അടിപൊളി. പറയൂ. വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു. എങ്ങനെ? ഓൺലൈനായിട്ട്. ഈ സാധനം തന്നെയല്ലേ വാങ്ങാൻ നിന്നിരുന്നു? ഇതൊക്കെ ലിസ്റ്റിലുള്ളതാ. അടിപൊളി. അതെ, അപ്പൊ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ കാർഡ് ഉണ്ടാവില്ലേ, നമ്മള് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നമ്മൾ നോക്കാം അവർക്ക് എന്താവും ഇഷ്ടമുള്ളതായിരിക്കും, അവര് ഫേവറേറ്റ് ആയി വെച്ചത്. ഞാൻ എന്റെ ഐഡിയയാണ്. അപ്പൊ നമ്മള് കാർട്ടിൽ പോയിട്ട് അവരുടെ ഫേവറേറ്റ് സാധനമായിരിക്കും അവര് ലിസ്റ്റ് ഇടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതങ്ങ് ബുക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഷോക്കായ ഫേസ് ഒക്കെ കാണാൻ പറ്റും. ഇഷ്ടായോ? പറയൂ.
കൊള്ളോന്ന് ഇത് അറിയില്ല. കഴിഞ്ഞേ എന്റെ ഷൂസൊക്കെ കാലാവധി കഴിഞ്ഞു. ഇത് എത്ര സൈസ് അല്ലേ? ഒരു വൈശാലിന്റെ ഗിഫ്റ്റ് കൊടുക്കും. വൈശാലിന്റെ ഫ്ലിപ്കാർട്ട് നോക്കാൻ പ്ലേറ്റ്, മേബിലിന്റെ ലിപ്സ്റ്റിക്, ഇത് എത്രയും ഇതിന് 2 സംതിങ് 1500 സംതിങ്. ഇഷ്ടായില്ലേ? ഇത് വിചാരിച്ചിട്ടില്ലല്ലോ? ഇതൊന്നും വിചാരിച്ചില്ലേ? ഏത്? ആരുടെ? ഇല്ല, കാണിച്ചു തരൂ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അതെന്താ? വൈശുവിന്റെ കണ്ടോ? വൈശുവിന്റെ ക്രിയേഷൻസ് ആണ്. വൈശുവിന്റെ ഇതാ പൊട്ടിക്കുട്ടി. സൂപ്പർല്ലേ? ഒരു മറ്റേ പടല്ലേ തല്ലുമാലും മറ്റേ ഇതോ? ഈ ഷർട്ടോ? വാവ്, നല്ല സുട്ടാപ്പി. ഓ ആ കിടക്കായി. അതാ വന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പം അങ്ങനെ നമ്മൾ സർപ്രൈസ് ഒക്കെ കൊടുത്തു. അപ്പം ഇനി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.